വരാൻ പോകല്ലേ. അപ്പോൾ ഓണത്തിന് പറ്റിയ ഒരു അടിപൊളി ലുക്ക് ചെയ്താലോ. അപ്പം ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള ബ്ലൗസ് ആണ് ഇത്. ഇതൊരു 300 റേഞ്ചിൽ വരുന്നതാണ്. ഈ ഒരു സാരി വന്നിട്ട് 600 ബിലോ ആണ്. അപ്പൊ രണ്ടിന്റെ ലിങ്ക് വേണ്ടവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഇത് പോയി ഉടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പൊ നമ്മളിത് ആ സാരി ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി മേക്കപ്പ് ചെയ്യണം. ഞാനൊരു മിനിമലായിട്ടൊരു നാടൻ മേക്കപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും മേക്കപ്പ് ചെയ്യാം. എന്റെ ഫേസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ്, അതുപോലെ തന്നെ പിമ്പിൾസ് പോയതിന്റെ പാട്, ഒരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ട്. സോ അപ്പൊ ഞാൻ ആദ്യം വന്നിട്ട് ഇൻസൈറ്റിന്റെ ഈ ഒരു കളർ കറക്റ്റർ എടുത്തിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് ഈ ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ പോവാണ്. സ്റ്റെപ്പ് വന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഫേസിൽ ഇപ്പോൾ ഡാർക്ക് സർക്കിൾസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ഇടേണ്ട കാര്യമില്ല. ഇതൊന്നും ഇല്ലാതെ ഡാർക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. എൻ്റെ ഫേസിലാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡാർക്ക് സർക്കിൾസ് ഉള്ള ആളാണ് എനിക്ക്. അപ്പോൾ എനിക്ക് വന്നിട്ട് ഇത് മസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ഓറഞ്ച് കളർ കറക്റ്റർ അപ്ലൈ ചെയ്ത എല്ലായിടത്തും ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതൊന്ന് ജസ്റ്റ് അതിലൊന്ന് കറക്റ്റ് കുറച്ച് ടൈം എടുക്കണമല്ലോ ഇത് ബ്ലെൻഡ് ചെയ്യണതിന് മുമ്പ്. അപ്പോൾ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചു. എൻ്റെ ഐബ്രോ പാലറ്റിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് കുറേ പ്രാവശ്യം വീണിട്ടുണ്ട്. ഇത് മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സാധനങ്ങളും വരാറുണ്ട്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. ഞാനിത് പേളിമണിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. നല്ല സാധനമാണ്. നമ്മൾ നോർമലി ഒരു ഐബ്രോ പെൻസിലൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ഇതാണ്. നമുക്കിത് യൂസ് ചെയ്ത് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഞാൻ ഐബ്രോ ത്രെഡ് പോലും ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളെപ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോകും. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു കൺസീലറൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റൊക്കെ ഈ ഓറഞ്ച് കളർ കറക്റ്റർ യൂസ് ചെയ്യത്തില്ലായിരുന്നു. അപ്പം യൂസ് ചെയ്യാതിരുന്നപ്പം എനിക്ക് കുറച്ച് മേക്കപ്പ് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഡാർക്ക് സർക്കിൾസ് എല്ലാം പുറത്ത്. മേബലിൻ്റെ ഈ ഒരു കൺസീലറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ എപ്പോഴും ഫസ്റ്റ് തൊട്ടേ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോഴും ഞാൻ ഈ കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. നമുക്കിത് യൂസ് ചെയ്തിട്ട് ആ രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിത് എവിടെന്നോ കണ്ടതാണ്. ഫസ്റ്റ് ഞാൻ മേക്കപ്പ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എവിടെന്നോ കണ്ടിട്ട് അപ്ലൈ ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ ഇതിവിടെ ഇങ്ങനെ ഇടും. ഇങ്ങനെ നമ്മുടെ മൂക്കിൽ ഇങ്ങനെ ഈ രീതിയിലാണ് ഞാൻ ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. ഇത് ശരിയോ തെറ്റോന്നൊന്നും എനിക്കറിയത്തില്ല, ബിക്കോസ് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഫോളോ ചെയ്യാതിരിക്കാം. നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ഫേസ് കണ്ടോ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു നല്ല രീതിയിൽ ഒരു ഈവൻ ലുക്കായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ ഫൗണ്ടേഷൻ വളരെ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ. ഇങ്ങനെ പുട്ടിയടിച്ച ലുക്കൊന്നും ഇഷ്ടമില്ല. സോ ഞാൻ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. മെയ്ബലിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യണം കേട്ടോ. ഞാൻ എന്നും മേക്കപ്പ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ആളൊന്നും അല്ല. ഫേസിൽ യൂസ് ചെയ്യുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്ന ആളല്ല. സത്യം പറയുന്നത് ഞാൻ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് നമ്മുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ പ്രൈമർ ഇടാൻ മറന്നുപോയി. അങ്ങനെ സാരി എടുക്കാൻ പോയിട്ട് ആ ഒരു തിരക്കിന് സെറ്റിംഗ് പൗഡറാണ്, ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് നമ്മൾ ഈ അൺറൈസിലും അതുപോലെ നമ്മൾ ഇവിടേക്കാണ് പെട്ടെന്ന് മേക്കപ്പ് പോകാൻ ചാൻസ് ഉള്ളത്, അവിടെയുള്ള ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഐഷാഡോ ഇടുന്നതിന് മുമ്പ് ഈ കണ്ണിൻ്റെ മുകളിലൊക്കെ ഇതൊന്ന് സെറ്റിംഗ് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഐ ലുക്ക് ചെയ്യാൻ പോകണം. ഞാൻ ഐ ലുക്ക് അങ്ങനെ വളരെ ഹെവി ആയിട്ട് ഞാൻ പറഞ്ഞൊരു സിമ്പിൾ ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചെറുതായിട്ടൊരു കളർ ഐഷാഡോ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഐലൈനർ വരയ്ക്കാൻ അത്രേ ഉദ്ദേശിക്കുന്നു. ജസ്റ്റ് ഒരു സിസ് ബ്യൂട്ടിയുടെ ഐലൈനർ പെൻസിൽ എടുത്തിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഞാൻ ഏതൊക്കെ ഐലൈനർ പെൻസിൽ മേടിച്ചാലും ഞാൻ വരയ്ക്കുമ്പോൾ അത് ഒടിഞ്ഞു പോകാറുണ്ട്. ഇത് എനിക്ക് വരയ്ക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം, അറിയത്തില്ല. ജസ്റ്റ് ഇത് ഞാൻ എൻ്റെ ഔട്ടർ കോർണറിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുക്കും. ഉണ്ടോ? ഇങ്ങനെ ഭയങ്കര വലുതാക്കി കണ്ണൊക്കെ എഴുതാനായിരുന്നു ആഗ്രഹമല്ല ഇഷ്ടം. പക്ഷെ ഇപ്പം അത് ട്രെൻഡൊക്കെ മാറി. ഇപ്പം ടോട്ടലി എല്ലാവരും ഡിഫറെൻറ്റ് രീതിയിലാണ് കണ്ണെഴുതുന്നത്. വാലൊക്കെ ഇട്ടിട്ട്, അപ്പം ഞാനും വാലിട്ടിട്ടാണ് കണ്ണെഴുതാറ് റീസെൻ്റ്ലി.
ഈ ഒരു സാധനം കണ്ടു, ഇതും അടിപൊളി സാധനമാണ് കേട്ടോ. ഐലാഷസ് ഒക്കെ കുറവായിട്ടുള്ളവർക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു മേബിലിൻ്റെ മസ്കാര ഐലാഷസ് ഇല്ലാത്തവർക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. കണ്ണൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോസ് കോൺട്ര ചെയ്യാം കേട്ടോ. നോസ് കോൺട്ര ഇപ്പോൾ ഇങ്ങനെ ചെയ്യാറ്. ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ബ്ലഷ് ഞാനിങ്ങനെ ഇതിലെടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച ബ്ലഷാണ് കേട്ടോ. അത്ര ലോങ്ങും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, ജസ്റ്റ് നമുക്ക് അത്യാവശ്യത്തിന് ലോങ്ങൊക്കെ ചെയ്യും. ലിബ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് മാസിൻ്റെ ലിപ് ലൈനറാണ്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൈലൈറ്റർ, നമ്മൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഈ ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഫിനിഷ്. സിമ്പിളാണ്, ഈസിയാണ്, ബിഗിനേഴ്സിന് പറ്റിയ മേക്കപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണൊരു മേക്കപ്പ് ലുക്ക്. സിമ്പിളാണ്, ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന. നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് എത്ര ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ അത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പോയി ഒന്ന് ജസ്റ്റ് ഓർണമെന്റ്സ് സെറ്റ് ചെയ്യാം. ഈ ഒരു മാല ഇതാണ് ഇടാൻ വേണ്ടി നോക്കണം കേട്ടോ. ഇത് നിങ്ങൾക്കറിയായിരിക്കും, അഡ്വക്കേറ്റ് ശൈത്യ, അതായത് ബിഗ് ബോസിലെ ശൈത്യയുടെ പേജായ മണികർണികയെന്നും ഞാൻ മേടിച്ചതാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇട്ട് നോക്കി, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നല്ല പ്രോഡക്റ്റാണ്. എന്താ പറയുക, നല്ലൊരു പ്രോഡക്റ്റാണ്. എനിക്ക് ക്യാഷിന് 650 റുപ്പീസേ ആയുള്ളൂ. അതിന് വെർത്തബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർത്തബിൾ ആണ്. അതായത് 650 റുപ്പീസിനൊക്കെ ഞാൻ പുതിയ രീതിയിലുള്ള ഓർണമെന്റ്സ് ഒക്കെ ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനിൽ നോക്കിയപ്പോഴും ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെയാണ്, പ്രൈസ് കാര്യങ്ങളൊക്കെ ഈ ഒരു റേഞ്ച് തന്നെയാണ്. അപ്പോൾ അടിപൊളിയാണ്, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം. ഓക്കെ, നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. 650 റുപ്പീസിന് ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് മേടിച്ച് ഇടണം എന്ന് തോന്നിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് മേടിച്ചതാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം. ഒരു മാല മതി, കണ്ട നല്ല ലുക്കില്ലേ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. അമ്മനും കൂടെ ഇട്ട് നോക്കാം കേട്ടോ. കമ്മലൊന്നും ഇടാതെ ഈ മാല മാത്രം ഇട്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അല്ലേ, ഇട്ട് നോക്കാം. ആണ് കമ്മല്. അപ്പം ഇതാണ് ഒരു മാല, ആണ് കമ്മല്. ജസ്റ്റ് 650 റുപ്പീസേ ഉള്ളൂ. ശൈത്യ, അതായത് നമ്മുടെ ശൈത്യ, അഡ്വക്കേറ്റ് ശൈത്യയുടെ മണികർണിക എന്ന് പറയുന്ന പുതിയ പേജിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്കും പോയി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓർണമെന്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് പൊട്ട് വെച്ചിട്ടില്ല. അപ്പം പൊട്ട് വയ്ക്കാം. അപ്പം പൊട്ട് വെച്ചിട്ട് വരാം. വയ്ക്കാം. പൊട്ട് വെച്ചപ്പോൾ നമുക്കൊരു ചന്ദനം ഇടണം എന്ന് ഒരു ആഗ്രഹം. അപ്പം നമ്മൾ ചന്ദനം കൂടി ഇട്ട് ഇത് ഫിനിഷ് ചെയ്യാം. അപ്പം നമ്മൾ ചന്ദനം ഇട്ടിട്ടുണ്ട്. ഈ ചന്ദനം ഇട്ടിട്ട് ചേരുന്നില്ലയോ എന്നൊക്കെ ഡൗട്ട്. ഞാനങ്ങനെ ഇടാറില്ല. അപ്പം നിങ്ങളെന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യണം, കൊള്ളാവോ കൊള്ളൂലെയൊന്ന്. അപ്പം ഇതാണ് എൻ്റെ ഒരു ലുക്ക്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലും കൂടെ ഒന്ന് സെറ്റാക്കണം. അതും കൂടെ സെറ്റ്. അപ്പം നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം.